പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം അറിയാൻ പോകുന്നത് വിശുദ്ധ ബ്രിജിറ്റിനെ പറ്റിയാണ്. ആയിരത്തി 1303 ഒരു തണുത്ത രാത്രിയിൽ സ്വീഡനിലെ ഉപ്പലാമിലെ പ്രഭു കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾ ജനിച്ച നിമിഷം ആ പ്രദേശത്തെ ഭക്തനായ ഒരു വൈദികൻ ആകാശത്ത് ഒരു അത്ഭുത പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: ബ്രിങ്കർ എന്ന പ്രഭുവിന് ഒരു മകൾ ജനിച്ചിരിക്കുന്നു. അവളുടെ ശബ്ദം ലോകം മുഴുവൻ മുഴങ്ങും. ഇതൊരു സാധാരണ ജനനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആത്മീയ വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ബ്രിജിറ്റ് ദൈവത്തോട് അസാധാരണമായ അടുപ്പം കാണിച്ചിരുന്നു. 7-ാം വയസ്സിൽ അവൾക്ക് പരിശുദ്ധ മാതാവിൻ്റെ ദർശനം ലഭിച്ചു. മാതാവ് അവൾക്ക് ഒരു കിരീടം നൽകുകയും അത് അവളുടെ തലയിൽ അണിയിക്കുകയും ചെയ്തു. ഈ അനുഭവം ബ്രിജിറ്റിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അഗ്നി കൊളുത്തി. സാധാരണ കുട്ടിക്കാല വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും അവൾ ആനന്ദം കണ്ടെത്തി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം 10-ാം വയസ്സിലായിരുന്നു. ക്രൂശിതനായ യേശുവിനെ അവൾ ദർശനത്തിൽ കണ്ടു. കർത്താവെ, ആരാണ് അങ്ങയോടിത് ചെയ്തത് എന്നവൾ ചോദിച്ചപ്പോൾ യേശു മറുപടി നൽകി: എന്നെ അവഗണിക്കുന്നവരും എൻ്റെ സ്നേഹത്തെ പുച്ഛിക്കുന്നവരുമാണ് ഇത് ചെയ്തത്. യേശുവിൻ്റെ ആ മുറിവുകൾ ബ്രിജിറ്റിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. തൻ്റെ ശേഷിക്കുന്ന ജീവിതം ക്രിസ്തുവിൻ്റെ ആ മുറിവുകളെ ആശ്വസിപ്പിക്കാനായി മാറ്റിവെക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള പ്രഭു കുടുംബമായിരുന്നിട്ടും ബ്രിജിറ്റ് ലാളിത്യം ഇഷ്ടപ്പെട്ടു. അവളുടെ പിതാവ് ഉപ്പലാമിലെ ഗവർണറായിരുന്നു. മാതാവാകട്ടെ അതീവ ഭക്തയും. ബ്രിജിറ്റിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലും സ്വർഗീയ കൃപയാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സ്വീഡൻ്റെ മഞ്ഞുപുതച്ച താഴ്വരകളിൽ നിന്ന് ആഗോള സഭയുടെ നെടും തൂണായി മാറാനുള്ള ഒരു പെൺകുട്ടിയുടെ തയ്യാറെടുപ്പായിരുന്നു ആ നാളുകൾ. സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ബ്രിജിറ്റിന് തൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരം 13-ാം വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്നു. ഉൾഫ് ഗുഡ്മർസൺ എന്ന പ്രഭുവായിരുന്നു അവളുടെ ഭർത്താവ്. വിവാഹശേഷം ആദ്യ വർഷം അവർ കഠിനമായ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ചെലവഴിച്ചു. ഭൗതിക സുഖങ്ങളേക്കാൾ ആത്മീയ വളർച്ചയ്ക്കാണ് അവർ മുൻഗണന നൽകിയത്. ബ്രിജിറ്റ് തൻ്റെ ഭർത്താവിനെ ഭക്തിയുടെ പാതയിലേക്ക് നയിക്കുന്നതിൽ വിജയിച്ചു. അവർക്ക് 8 മക്കൾ ജനിച്ചു. മക്കളെ വളർത്തുന്നതിൽ ബ്രിജിറ്റ് കാണിച്ച ജാഗ്രത അത്ഭുതകരമായിരുന്നു. തൻ്റെ മക്കളിൽ ഒരാളായ കാതറിൻ പിൽക്കാലത്ത് വിശുദ്ധയായി ഉയർത്തപ്പെട്ടു. വിശുദ്ധ കാതറിൻ എന്നാണ് ആ വിശുദ്ധ അറിയപ്പെടുന്നത്. ഒരു പ്രഭു പദവിയിലായിരുന്നിട്ടും ബ്രിജിറ്റ് ദരിദ്രരെയും രോഗികളെയും സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം അവൾ അശരണർക്കായി മാറ്റിവെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ അനേകം തീർത്ഥാടനങ്ങൾ നടത്തി. സ്പെയിനിലെ സാന്റിയാഗോ ഡെ കമ്പോസ്റ്റയിലേക്കുള്ള അവരുടെ ദീർഘയാത്ര അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ യാത്രയിൽ അവർ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ ഉൾഫ് രോഗബാധിതനായി. ബ്രിജിറ്റിൻ്റെ പ്രാർത്ഥനകൾക്കിടയിൽ സമാധാനത്തോടെ അദ്ദേഹം മരിച്ചു. ഇത് ബ്രിജിറ്റിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം ബ്രിജിറ്റ് തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്കും സഭയ്ക്കും നൽകി. അവളൊരു തവിട്ടു നിറത്തിലുള്ള പരുക്കൻ വസ്ത്രം ധരിച്ചു. അരയിൽ ചണനൂൽ കെട്ടി. ലോകത്തിനു മുന്നിൽ അവളൊരു പ്രഭ്യയായിരുന്നെങ്കിലും ദൈവത്തിനു മുന്നിൽ അവളൊരു എളിയ ദാസിയായി മാറി. വൈവാഹിക ജീവിതത്തിലും വിശുദ്ധി കൈവരിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വലിയ മാതൃകയായിരുന്നു ബ്രിജിറ്റ്. ഭർത്താവിൻ്റെ മരണശേഷം ബ്രിജിറ്റിന് ദൈവത്തിൽ നിന്ന് അസാധാരണമായ വെളിപ്പെടുത്തലുകൾ ലഭിക്കാൻ തുടങ്ങി. ക്രിസ്തു നേരിട്ട് അവളോട് സംസാരിക്കുമായിരുന്നു. ഈ ദർശനങ്ങൾ പിൽക്കാലത്ത് ബ്രിജിറ്റിൻ്റെ വെളിപാടുകൾ റെവലേഷൻ ഓഫ് സെയിൻറ്റ് ബ്രിജിറ്റ് എന്ന പേരിൽ പ്രസിദ്ധമായി. സഭയിലെ അഴിമതികൾക്കും ലോകത്തിലെ പാപങ്ങൾക്കുമെതിരെ ദൈവം അവൾ വഴി മുന്നറിയിപ്പുകൾ നൽകി. യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അവൾക്ക് ലഭിച്ചു. യേശുവിൻ്റെ ശരീരത്തിൽ ആകെ എത്ര മുറിവുകളുണ്ടായിരുന്നുവെന്ന് അവൾ ചോദിച്ചപ്പോൾ
5480 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് യേശു വെളിപ്പെടുത്തി. ഇത് വണങ്ങുന്നതിനായി അവൾ പ്രത്യേക പ്രാർത്ഥനകൾ തയ്യാറാക്കി. ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലിവരുന്നു. അവളുടെ വെളിപാടുകൾ കേവലം ആത്മീയ സംഭാഷണങ്ങളായിരുന്നില്ല, മറിച്ച് വലിയ പ്രവചനങ്ങൾ കൂടിയായിരുന്നു. യൂറോപ്പിലെ രാജാക്കന്മാർക്കും പോപ്പിനും അവൾ കത്തുകൾ അയച്ചു. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് വരാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് അവൾ ഭയരഹിതമായി താക്കീത് നൽകി. ഒരു സാധാരണ സ്ത്രീയായിരുന്നിട്ടും അവൾക്ക് മുന്നിൽ രാജാക്കന്മാർ വിറച്ചുപോയി. ദൈവം അവളെ തൻ്റെ വക്താവായി തിരഞ്ഞെടുത്തു. അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ജനങ്ങൾ അനുതാപത്തോടെ കരയുമായിരുന്നു. അന്ധകാരത്തിൽ കഴിയുന്ന ലോകത്തിന് പ്രകാശം നൽകാനാണ് ദൈവം തന്നെ വിളിച്ചതെന്ന് ബ്രിജിറ്റ് തിരിച്ചറിഞ്ഞു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ശക്തി ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു അവളുടെ ദൗത്യം. ദൈവപ്രേരണയാൽ ബ്രിജിറ്റ് ഒരു പുതിയ സന്യാസ സഭ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഓട്സ്റ്റീന എന്ന സ്ഥലത്ത് അവൾ ഇതിനായി ഒരു മഠം പണിതു. ഇത് ഓർഡർ ഓഫ് മോസ്റ്റ് ഹോളി സേവിയർ എന്നാണ് അറിയപ്പെട്ടത്. സാധാരണയായി ഇതിനെ ബ്രിജിറ്റീൻ സഭ എന്ന് വിളിക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം താമസ സൗകര്യമുള്ള എന്നാൽ ഒരേ ദേവാലയം ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഘടന. ഈ സഭയുടെ നിയമങ്ങൾ ക്രിസ്തു തന്നെ അവൾക്ക് വെളിപ്പെടുത്തി നൽകിയതാണ്. ലാളിത്യം, ദാരിദ്ര്യം, പ്രാർത്ഥന എന്നിവയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. സഭയിലെ സന്യാസിനികൾ ധരിക്കുന്ന പ്രത്യേക ശിരോവസ്ത്രം ക്രൗൺ ഓഫ് ദ 5 wounds യേശുവിൻ്റെ 5 മുറിവുകളെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നും ബ്രിജിറ്റീൻ സന്യാസിനികൾ ഈ വസ്ത്രം ധരിച്ച് ലോകമെമ്പാടും പ്രാർത്ഥനാനിരതരായി കഴിയുന്നു. സ്വീഡനിലെ രാജാവിനെയും രാജ്ഞിയെയും ഈ സഭയ്ക്ക് സഹായം നൽകാൻ ബ്രിജിറ്റ് പ്രേരിപ്പിച്ചു. ഭൗതികമായ ഒരു സാമ്രാജ്യത്തെക്കാൾ ഉപരിയായി ആത്മീയമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുവാനാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ സ്ഥാപിച്ച മഠം യൂറോപ്പിൻ്റെ ആത്മീയ സാംസ്കാരിക കേന്ദ്രമായി മാറി. പുസ്തകങ്ങൾ പകർത്തിയെഴുതുന്നതിലും വിദ്യാഭ്യാസത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബ്രിജിറ്റിൻ്റെ ലക്ഷ്യം സഭയുടെ നവീകരണമായിരുന്നു. സന്യാസ ജീവിതം കേവലം ചടങ്ങുകളല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണെന്ന് അവൾ കാണിച്ചു തന്നു. അവളുടെ മഠങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടങ്ങളായി മാറി. ലോകം യുദ്ധങ്ങളിലും കലഹങ്ങളിലും ഏർപ്പെട്ടിരുന്നപ്പോൾ ബ്രിജിറ്റ് പ്രാർത്ഥനയുടെ ഒരു വലിയ കോട്ട കെട്ടിയുയർത്തുകയായിരുന്നു. 1349 ദൈവം ബ്രിജിറ്റിനോട് സ്വീഡൻ വിട്ട് റോമിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അക്കാലത്ത് മാർപ്പാപ്പമാർ റോമിലല്ല, ഫ്രാൻസിലെ അവിഞ്ഞോണിലാണ് താമസിച്ചിരുന്നത്. മാർപ്പാപ്പ റോമിലേക്ക് തിരികെ വരണമെന്നും റോമിൻ്റെ ആത്മീയ വിശുദ്ധി വീണ്ടെടുക്കണമെന്നും പ്രഖ്യാപിക്കാനാണ് അവൾ അയക്കപ്പെട്ടത്. തൻ്റെ വാർദ്ധക്യത്തിലും ദൈവിക കൽപ്പന അനുസരിച്ചാണ് അവൾ ദീർഘയാത്ര ആരംഭിച്ചത്. റോമിലെത്തിയ ബ്രിജിറ്റിനെ കാത്തിരുന്നത് ശൂന്യമായ ദേവാലയങ്ങളും അഴിമതി നിറഞ്ഞ ഭരണവുമായിരുന്നു. അവൾ അവിടെ ഒരു തീർത്ഥാടകയെ പോലെ ജീവിച്ചു. റോമിലെ തെരുവുകളിൽ അവൾ ദൈവവചനം പ്രസംഗിച്ചു. അവൾ താമസിച്ചിരുന്ന സ്ഥലം ഇന്നും റോമിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചു. പോപ്പിനെ റോമിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൾ നടത്തിയ പോരാട്ടം അവിശ്വസനീയമായിരുന്നു. അക്കാലത്തെ പ്രമുഖരായ കത്രീന ഓഫ് സിയനായെ പോലെയുള്ള വിശുദ്ധരുമായി ചേർന്ന് അവൾ പോപ്പിന് കത്തുകൾ അയച്ചു. റോമിലെ ജനങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കാൻ അവൾ അഹോരാത്രം പ്രയത്നിച്ചു. അവളുടെ കണ്ണീരും പ്രാർത്ഥനയും റോമിൻ്റെ മണ്ണിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. റോമിലെ പ്രവാസ ജീവിതം അവൾക്ക് എളുപ്പമായിരുന്നില്ല. പലരും അവളെ ആക്ഷേപിച്ചു. ചിലർ അവളെ മന്ത്രവാദിനി എന്ന് വിളിച്ചു. എന്നാൽ ക്രിസ്തുവിനോടുള്ള അവളുടെ സ്നേഹം എല്ലാത്തിനെയും അതിജീവിച്ചു. അവൾ തൻ്റെ ദാരിദ്ര്യത്തിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. റോമിനെ വിശുദ്ധ നഗരമായി വീണ്ടെടുക്കാനുള്ള അവളുടെ ദൗത്യം അവൾ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നു. തൻ്റെ 70-ാം വയസ്സിൽ വിശുദ്ധ ബ്രിജിറ്റ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റാൻ പുറപ്പെട്ടു: ജെറുസലേമിലേക്കുള്ള തീർത്ഥാടനം. പ്രായത്തിൻ്റെ അവശതകൾ അവളെ തളർത്തിയില്ല. യേശു ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമായ മണ്ണിൽ തൊടാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. ആ യാത്ര ഒരു വലിയ തപസ്സായിരുന്നു.
ജെറുസലേമിലെത്തിയ ബ്രിജിറ്റിന് അവിടെ വെച്ച് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും അത്ഭുതകരമായ ദർശനങ്ങൾ ലഭിച്ചു. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ യേശു ജനിച്ച നിമിഷം അവൾ ദർശനത്തിൽ കണ്ടു. മാതാവ് യേശുവിനെ ലോകത്തിന് നൽകുന്ന ആ കാഴ്ച അവൾ തൻ്റെ വെളിപാടുകളിൽ വളരെ ഹൃദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽവരിക്കുന്നിലെത്തിയപ്പോൾ അവൾക്ക് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ നേരിട്ട് കാണുന്ന അനുഭവം ഉണ്ടായി. യേശുവിൻ്റെ ഓരോ മുറിവും അവൾ തൻ്റെ ആത്മാവിൽ അനുഭവിച്ചു. ഈ ദർശനങ്ങൾ വഴി യേശുവിൻ്റെ പീഡാനുഭവങ്ങളോടുള്ള ഭക്തി ലോകത്തിൽ വളർത്തുവാൻ അവൾക്ക് സാധിച്ചു. ആ യാത്രയിലുടനീളം അവൾക്ക് സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണമുണ്ടായിരുന്നു. തിരികെ റോമിലേക്കുള്ള യാത്രയിൽ അവൾ കൂടുതൽ അവശയായി. എങ്കിലും അവളുടെ ഉള്ളിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം ദൈവം തനിക്ക് നൽകിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വിശുദ്ധ നാട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്നത് ഭൗതികമായ വസ്തുക്കളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ജ്വലിക്കുന്ന ഓർമ്മകളായിരുന്നു. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബ്രിജിറ്റ് രോഗബാധിതയായി. 1373 ജൂലൈ 23 അവൾ തൻ്റെ സ്വർഗീയ മണവാളിനെ കാണാനായി ഈ ലോകം വെടിഞ്ഞു. മരിക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് സ്വർഗീയമായ ഒരു തേജസ് ഉണ്ടായിരുന്നു. റോമിലെ ജനങ്ങൾ ഒന്നടങ്കം ആ വലിയ പുണ്യവതിക്ക് വിട നൽകാൻ എത്തിച്ചേർന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ സഭയുടെ അംഗീകാരം ലഭിച്ച വാർത്ത അവൾ അറിഞ്ഞു. അത് അവൾക്ക് വലിയ സംതൃപ്തി നൽകി. തൻ്റെ മക്കളോടും സഹോദരിമാരോടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവൾ അവസാനമായി ആവശ്യപ്പെട്ടു. അവളുടെ മരണം ഒരു വിലാപമായിരുന്നില്ല, മറിച്ച് ഒരു വിശുദ്ധയുടെ വിജയയാത്രയായിരുന്നു. അവളുടെ മൃതദേഹം പിന്നീട് റോമിൽ നിന്ന് സ്വീഡനിലെ ഓട്സ്റ്റീനിയയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിലുടനീളം അത്ഭുതങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വീഡൻ തൻ്റെ പ്രിയപ്പെട്ട മകളെ കരഘോഷത്തോടെ സ്വീകരിച്ചു. അവളുടെ കബറിടം ഇന്നും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നു. എങ്കിലും അവൾ എഴുതിവെച്ച വെളിപാടുകൾ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി. ഒരു സാധാരണ വീട്ടമ്മയായിരുന്നിട്ടും പ്രഭ്യയായിരുന്നിട്ടും സന്യാസിനിയായിരുന്നിട്ടും അവൾ എങ്ങനെ വിശുദ്ധി പ്രാപിക്കാമെന്ന് തൻ്റെ മരണത്തിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ബ്രിജിറ്റിൻ്റെ മരണശേഷം അനേകം അത്ഭുതങ്ങൾ അവളുടെ മാധ്യസ്ഥം വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1391 ബോണിഫസ് 9 മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. സ്വീഡനിൽ നിന്നുള്ള ഏക വിശുദ്ധിയായി അവൾ അറിയപ്പെട്ടു. അവളുടെ ജീവിതം കത്തോലിക്ക സഭയിൽ വലിയ സ്വാധീനം ചെലുത്തി. 1999 ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ ബ്രിജിറ്റിനെ യൂറോപ്പിൻ്റെ സംരക്ഷകയായി പ്രഖ്യാപിച്ചു. യൂറോപ്പിൻ്റെ ആത്മീയ ഐക്യത്തിനായി അവൾ നൽകിയ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഈ ബഹുമതി. യൂറോപ്പിലെ കലഹങ്ങൾക്കിടയിൽ സമാധാനത്തിനായി അവൾ നടത്തിയ പരിശ്രമങ്ങൾ ഇന്നും വിലമതിക്കപ്പെടുന്നു. ഭാരതീയ വിശ്വാസികൾക്കിടയിലും വിശുദ്ധ ബ്രിജിറ്റിന് വലിയ സ്ഥാനമുണ്ട്. വിശുദ്ധയുടെ പീഡാനുഭവത്തോടുള്ള പ്രത്യേക ഭക്തിയും അവളുടെ 15 പ്രാർത്ഥനകളും മലയാളി ക്രിസ്ത്യാനികൾക്കിടയിലും വളരെ പ്രചാരത്തിലുണ്ട്. പല കുടുംബങ്ങളിലും ഈ പ്രാർത്ഥനകൾ തലമുറകളായി ചൊല്ലിവരുന്നു. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ രൂപം പലപ്പോഴും ഒരു പുസ്തകവും പേനയുമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. ഇത് അവളുടെ ദൈവിക വെളിപാടുകളെ സൂചിപ്പിക്കുന്നു. കൂടാതെ 5 പൊറുകളുള്ള കിരീടവും അവളുടെ പ്രത്യേകതയാണ്. പ്രവചനങ്ങളുടെയും വെളിപാടുകളുടെയും വിശുദ്ധയായി സഭ അവളെ എന്നും ബഹുമാനിക്കുന്നു. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന അവൾക്ക് ലഭിച്ച 15 പ്രാർത്ഥനകളാണ്. ഒരു വർഷം മുടങ്ങാതെ ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങളാണ് യേശു നൽകിയിരിക്കുന്നത്. പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് വഴി ലഭിക്കുന്ന ആത്മീയ കൃപകൾ അനവധിയാണ്. ഇത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയും നമ്മെയും ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനകൾ കേവലം വാക്കുകളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിയുന്ന അനുഭവം കൂടിയാണ്. യേശു അനുഭവിച്ച ഓരോ വേദനയും നന്ദിയോടെ സ്മരിക്കാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളിലും പരാജയങ്ങളിലും ക്രൂശിതനെ നോക്കി ധൈര്യം സംഭരിക്കാൻ ബ്രിജിറ്റ് നമുക്ക് വഴി കാണിച്ചു തരുന്നു. ബ്രിജിറ്റിനോടുള്ള ഭക്തി നമ്മെ പഠിപ്പിക്കുന്നത് പരിത്യാഗത്തിൻ്റെ വഴിയാണ്. ലൗകിക സുഖങ്ങളേക്കാൾ ആത്മാവിൻ്റെ സുഖത്തിന് പ്രാധാന്യം നൽകാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ ജീവിതത്തിലെ ലാളിത്യം ആധുനിക മനുഷ്യന് വലിയൊരു വെല്ലുവിളിയാണ്. കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്
എങ്ങനെ സംതൃപ്തരാകാം എന്ന് അവൾ നമുക്ക് കാണിച്ചു തരുന്നു. മാതൃത്വത്തിൻ്റെയും വൈവാഹിക ജീവിതത്തിൻ്റെയും മധ്യസ്ഥ കൂടിയാണ് അവൾ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാനും മക്കളെ ദൈവഭയത്തിൽ വളർത്താനും ബ്രിജിറ്റിൻ്റെ മാധ്യസ്ഥം തേടുന്നത് ഉചിതമാണ്. താൻ അനുഭവിച്ച കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ദൈവിക വിളിക്ക് ഉത്തരം നൽകാൻ അവൾക്ക് കഴിഞ്ഞു എന്നത് വിസ്മയകരമാണ്. ദൈവഹിതത്തിന് കീഴ്പ്പെടുക. സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിയ ബ്രിജിറ്റ് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം തേടാൻ നമ്മെ പഠിപ്പിക്കുന്നു. പീഡാനുഭവങ്ങളോടുള്ള ഭക്തി. യേശുവിൻ്റെ മുറിവുകളിൽ അഭയം കണ്ടെത്താൻ ബ്രിജിറ്റ് നമ്മോട് പറയുന്നു. കുരിശിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാകണം. ഭയരഹിതമായ സാക്ഷ്യം. അധികാരികളുടെ മുൻപിലും സത്യം വിളിച്ചു പറഞ്ഞ ബ്രിജിറ്റിൻ്റെ ധൈര്യം ആധുനിക ക്രൈസ്തവർക്ക് മാതൃകയാണ്. ദാരിദ്ര്യവും ലാളിത്യവും ആഡംബരങ്ങൾ ഉപേക്ഷിച്ചും എളിയവരോടൊപ്പം ജീവിക്കുന്നത് വഴി നമുക്ക് വിശുദ്ധി പ്രാപിക്കാം. പ്രാർത്ഥന വഴി ചരിത്രം മാറ്റാൻ കഴിയുമെന്ന് ബ്രിജിറ്റിൻ്റെ ജീവിതം തെളിയിക്കുന്നു. കുടുംബവിശുദ്ധി. ഭർത്താവിനോടും മക്കളോടുമുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ വിശുദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്ന് അവൾ കാണിച്ചു തന്നു. സഭയോടുള്ള സ്നേഹം. സഭയിലെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോഴും സഭയോടുള്ള വിശ്വസ്തത അവൾ കാത്തുസൂക്ഷിച്ചു. വിശുദ്ധ ബ്രിജിറ്റ് ആത്മീയതയുടെ ആഴക്കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ജ്വലിക്കുന്ന പ്രകാശഗോപുരം. സ്വീഡന്റെ മഞ്ഞു പൊതിച്ച താഴ്വരകളിൽ നിന്ന് റോമിൻ്റെ രാജവീഥികളിലൂടെ സ്വർഗത്തിലേക്ക് അവൾ നടത്തിയ ആ തീർത്ഥാടനം ഇന്നും അവസാനിച്ചിട്ടില്ല. ഒരു സാധാരണ വീട്ടമ്മയായും 8 മക്കളുടെ ഉത്തരവാദിത്വമുള്ള മാതാവായും ഒടുവിൽ ലോകത്തെ മുഴുവൻ പ്രാർത്ഥനയെ നയിച്ച സന്യാസിനിയായും അവൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. വിശുദ്ധി എന്നത് നാം ജീവിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളെ ദൈവഹിതത്തിന് അനുസൃതമായി മാറ്റി തീർക്കലാണെന്ന് ബ്രിജിറ്റ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ആധുനിക സാമൂഹിക ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ പ്രസക്തി ഏറെ വലുതാണ്. ഉപഭോഗ സംസ്കാരവും ആഡംബരങ്ങളും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ രാജകീയ സൗകര്യങ്ങൾക്കിടയിലും ലാളിത്യം മുറുകെ പിടിച്ച ബ്രിജിറ്റ് നമുക്കൊരു വെല്ലുവിളിയാണ്. പദവികളും സമ്പത്തും ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഇന്നത്തെ മനുഷ്യർക്ക് തൻ്റെ പ്രഭു പദവിയേക്കാൾ ദൈവദാസി എന്ന പദവിയെ സ്നേഹിച്ച ബ്രിജിറ്റ് ഒരു പുതിയ പാഠമാണ്. നമ്മുടെ വീടുകളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോഴും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമ്പോഴും മാതൃത്വത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വിശുദ്ധ ബ്രിജിറ്റിനെ പോലെ പ്രാർത്ഥനയിൽ അഭയം തേടാൻ നമുക്ക് കഴിയണം. സത്യം വിളിച്ചു പറയാൻ മടിക്കുന്ന, അനീതികൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് ബ്രിജിറ്റിൻ്റെ ഭയരഹിതമായ നിലപാടുകൾ ഒരു മാതൃകയാണ്. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരോട് പോലും ദൈവഹിതം അറിയിക്കാൻ അവൾ കാട്ടിയ ആർജവം നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെയും സൈബർ ലോകത്തിൻ്റെയും ബഹളങ്ങൾക്കിടയിൽ സ്വന്തം ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ മറന്നുപോകുന്ന നമുക്ക് നിശബ്ദമായ ധ്യാനത്തിലൂടെ ദൈവ സംഭാഷണത്തിന് സമയം കണ്ടെത്തണമെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്നത് വഴി നമ്മുടെ സ്വന്തം സങ്കടങ്ങളെയും വേദനകളെയും പ്രത്യാശയോടെ നേരിടാൻ അവൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ തീനാളങ്ങൾ തെളിയിക്കാൻ ഈ പുണ്യവതിയുടെ സ്മരണകൾക്ക് കഴിയട്ടെ. ദൂരദേശങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയ ബ്രിജിറ്റിനെ പോലെ സഹജീവികളുടെ വേദനകളിലേക്കും ആവശ്യങ്ങളിലേക്കും കരുണയോടെ ഇറങ്ങിച്ചെല്ലുന്ന തീർത്ഥാടകരാകാൻ നമുക്കും പരിശ്രമിക്കാം. ഈ വിശുദ്ധ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ യാത്രയിൽ ഒരു പുതിയ വെളിച്ചമായി മാറട്ടെ. പരിശുദ്ധതയുടെ പർദീസയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.